എങ്ങനെ നമ്മുടെ സ്കിൻ അണ്ടർടോൺ മനസ്സിലാക്കാന്നുള്ളതാണ്. സ്കിൻ കളറും സ്കിൻ അണ്ടർടോൺസും തമ്മിലുള്ള ഡിഫറൻസ് ഒരാൾക്ക് നമ്മൾ വീസിബിൾ ആവുന്ന ഏത് ഷെയ്ഡിലാണോ ഫെയർ, മീഡിയം, ടാൻ, ഒലീവ്, ഡീപ്പ്, വാം, കൂള്, ന്യൂട്രൽ. പെയിൻ ടെസ്റ്റ് ആണ്. അപ്പൊ നല്ലൊരു ലൈറ്റിങ്ങിൽ ഗോൾഡ് ചേരുന്നില്ല, സിൽവർ ആണ് ചേരുന്നതെങ്കിൽ എല്ലാ അണ്ടർടോണിന്റെ അണ്ടറിലും ഫെയറും ഡീപ്പും ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ സ്കിൻ അണ്ടർടോൺ മനസ്സിലാക്കാന്നുള്ളതാണ്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് സ്കിൻ കളർ എന്താ, സ്കിൻ അണ്ടർടോൺ എന്താന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണ്, മനസ്സിലാക്കിയുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പെട്ടെന്ന് നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാം, സ്കിൻ കളറും സ്കിൻ അണ്ടർടോൺസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് ഫുൾ ഇരുന്ന് കാണാൻ ശ്രമിക്കുക. സ്കിൻ കളറും സ്കിൻ അണ്ടർടോൺസും തമ്മിൽ ബേസിക് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്, എന്നാലും അത് തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സ്കിൻ കളറിന് തുടങ്ങാം. സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരാൾക്ക് നമ്മൾ വീസിബിൾ ആവുന്ന ഏത് ഷെയ്ഡിലാണോ അതാണ് നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സ്കിന്നിലെ എത്രത്തോളം മെലാനിൻ എന്ന പിഗ്മെന്റിന്റെ അളവുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ സ്കിൻ കളറിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസിൽ സ്കിൻ കളറിനെ 5 ടൈപ്പ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: ഫെയർ, മീഡിയം, ടാൻ, ഒലീവ്, ഡീപ്പ് ഓർ ഡാർക്ക്. അപ്പോൾ 5 ടൈപ്പിൽ നമ്മുടെ സ്കിൻ കളറുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അണ്ടറിൽ പല ഷെയ്ഡ്സ് ഓഫ് വെറൈറ്റിയാണ് കളറുകൾ വരുന്നത്. അപ്പൊ അതാണ് സ്കിൻ കളർ എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്കിൻ അണ്ടർടോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്കിന്നിന് അടിയിൽ നമുക്കൊരു ടോൺ ഉണ്ട്, അതായത് വീസിബിൾ അല്ലാത്ത നമുക്ക് ഒരു ടോൺ ഉണ്ട്, അതിനെയാണ് സ്കിൻ അണ്ടർടോൺ എന്ന് പറയുന്നത്. ഈ സ്കിൻ അണ്ടർടോണിനെ 3 ടൈപ്പിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: വാം, കൂള്, ന്യൂട്രൽ. ഇത്രയും അണ്ടർടോൺസ് ആണ് നമുക്കുള്ളത്. എന്താണ് ഇപ്പൊ സ്കിൻ അണ്ടർടോൺസിന്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അത് നമുക്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ സ്കിൻ അണ്ടർടോൺസ് ആണ് നമ്മൾക്കൊരു മേക്കപ്പ് ആയിക്കോട്ടെ, നല്ല ഡ്രസ് കളേഴ്സ്, അതുപോലെ ജ്വല്ലറീസ് ഒക്കെ നമ്മൾക്ക് മാച്ച് ആക്കിയിട്ട് നമുക്ക് പറയില്ലേ, ചിലവർക്ക് ആ കളർ നല്ല സ്യൂട്ട് ആവുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ സ്കിൻ അണ്ടർടോൺസിന്റെ ബേസിലാണ്, അല്ലാതെ നമ്മുടെ പുറത്ത് വീസിബിൾ ആവുന്ന സ്കിൻ കളറിന്റെ ബേസിലല്ല. ഇനി എങ്ങനെ നമുക്ക് ഈ സ്കിൻ അണ്ടർടോൺസ് കണ്ടുപിടിക്കാം എന്നുള്ളതുണ്ട്. 3 ടൈപ്പ് ആയിട്ടാണ് നമ്മുടെ അണ്ടർടോൺസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്: വാം അണ്ടർടോൺ ഉണ്ട്, കൂൾ അണ്ടർടോൺ ആൻഡ് ന്യൂട്രൽ അണ്ടർടോൺ. ഇതിലെ വാം അണ്ടർടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അണ്ടർടോൺ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് അഥവാ ഒരു ഒലീവ് കളർ ആയിരിക്കും. കൂൾ അണ്ടർടോൺ ഉള്ളവരുടെ ഒരു പിങ്കിഷ് പ്ലസ് റെഡിഷ് കളർ ആയിരിക്കും അവരുടെ അണ്ടർടോൺ ഷെയ്ഡ് വരുന്നത്. ഇനി ന്യൂട്രൽ ആണെങ്കിൽ നിങ്ങളുടെ യെല്ലോ പ്ലസ് പിങ്കോ റെഡ് ആ ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ളതായിരിക്കും ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും, എന്ത് ചെയ്താലാണ് എന്റെ വാമാണോ കൂളാണോ ന്യൂട്രൽ ആണോ എന്ന് മനസ്സിലാക്കാന്നുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് വെയിൻ ടെസ്റ്റ് ആണ്. അപ്പൊ നല്ലൊരു ലൈറ്റിങ്ങിൽ സൺലൈറ്റിൽ നിങ്ങളുടെ വെയിൻസ് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ വെയിൻസ് ഒരു ഗോൾഡൻ യെല്ലോ കളറിലാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വാം അണ്ടർടോൺ ആണ്. അതല്ല നിങ്ങൾക്കൊരു ബ്ലൂ പർപ്പിൾ ഷെയ്ഡ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ കൂൾ അണ്ടർടോൺ ആണ്. ഇനി ഇതൊന്നും അല്ല, ഗ്രീൻ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ന്യൂട്രൽ ആയിട്ടുള്ള അണ്ടർടോൺ ആണ്. ഇനി നിങ്ങൾക്ക് അത് വെയിൻ കാണുന്നില്ല, കാരണം ഒത്തിരി പേർക്ക് ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവരുണ്ട്, അപ്പൊ അവർക്ക് വെയിൻ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്ക് വേറൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം, അതാണ് ജ്വല്ലറി ടെസ്റ്റ്. അത് കുറച്ചും കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് നിങ്ങൾക്ക് കുറച്ച് ഗോൾഡൻ ജ്വല്ലറിയും അതുപോലെ സിൽവർ ജ്വല്ലറീസും എടുക്കുക. ഇതിലെ ഗോൾഡൻ ജ്വല്ലറീസ് യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആവുന്നുണ്ട്, ഭംഗിയുണ്ടെങ്കിൽ നിങ്ങളുടെ വാം അണ്ടർടോൺ ആണ്. അതല്ല, ഗോൾഡ് ചേരുന്നില്ല, സിൽവർ ആണ് ചേരുന്നതെങ്കിൽ നിങ്ങളുടെ കൂൾ അണ്ടർടോൺ ആണ്. ഇനി ഇത് രണ്ടും ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. ഇതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ. ഇപ്പൊ ചില സ്കിൻ ടോണുകാർക്ക് അവർ ഫെയർ ആയിക്കോട്ടെ ഡീപ്പ് ആയിക്കോട്ടെ അവർക്ക് ചിലപ്പോൾ ഗോൾഡൻ കളർ ചേരുന്നുണ്ടാവില്ല, പകരം സിൽവർ ആയിരിക്കും ചേരുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ഒരു കൂൾ അണ്ടർടോൺ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇതിൽ ഫെയറും ഉണ്ട് ഡാർക്കും ഉണ്ട് കേട്ടോ. എല്ലാ അണ്ടർടോണിന്റെ അണ്ടറിലും ഫെയറും ഡീപ്പും ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാ കാര്യമാണ് പറയുന്നത്, അല്ലാതെ വെളുത്തിരിക്കുന്നവരുടെ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോ ചിലവർക്ക് ഗോൾഡനും സിൽവറും ചേരുന്നില്ല എന്ന്, രണ്ടും ചേരാത്തവർ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചേരാത്തവരുണ്ടാവില്ല. ഇപ്പൊ ഗോൾഡിൽ തന്നെ റോസ് ഗോൾഡ് ഉണ്ട്, സിൽവറിൽ തന്നെ ഇപ്പൊ നമുക്ക് പ്ലാറ്റിനം പോലത്തെ പറയാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് മാച്ച് ആവും. ചിലപ്പോൾ പക്ക ഗോൾഡ് പോലുള്ള തിളക്കാവും ചിലവർക്ക് പറ്റുന്നുണ്ടാവില്ല, പകരം റോസ് ഗോൾഡ് പോലുള്ളത് നല്ല മാച്ച് ഉണ്ടായിരിക്കും.
അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ വരായിരിക്കും. ഇത് രണ്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറും അതുപോലെ വൈറ്റും എടുക്കുക. ഓഫ് വൈറ്റ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നതെങ്കിൽ നിങ്ങളുടെ കൂൾ അണ്ടർടോൺ ആണ്, അല്ല വൈറ്റ് ആണ് നിങ്ങൾക്ക് നന്നായിട്ട് ചേരുന്നതെങ്കിൽ നിങ്ങളുടെ വാം അണ്ടർടോൺ ആണ്. രണ്ടും നിങ്ങൾക്ക് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂട്രൽ അണ്ടർടോൺ ആണ്. അതായത് നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ഡാർക്ക് ആയിട്ടിരിക്കുന്നവർക്കും ഫെയർ ആയിട്ടിരിക്കുന്നവർക്കും വൈറ്റ് നന്നായിട്ട് ചേരും. അപ്പൊ അവരുടെ വാം അണ്ടർടോൺ ആണ്. അപ്പൊ ഈ 3 ടെസ്റ്റുകളാണ് തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും ഈ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വെയിൻ ടെസ്റ്റ്, അതുപോലെ ജ്വല്ലറി ടെസ്റ്റ്, കളർ വൈറ്റ് കളർ വെച്ചിട്ടും കൂടെ നോക്കി നോക്കുക. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ അണ്ടർടോൺ ഏതാണെന്ന്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ വാം അണ്ടർടോൺ ആണെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻസ് എടുക്കുമ്പോൾ ഒരു യെല്ലോയിഷ് ഗോൾഡൻ ഷെയ്ഡുള്ള ഫൗണ്ടേഷൻസ് വേണം യൂസ് ചെയ്യാൻ, എന്നാലാണ് നമുക്ക് മാച്ച് ആയി പോവുള്ളൂ. അതല്ല നിങ്ങളുടെ കൂൾ അണ്ടർടോൺ ആണെങ്കിൽ ഒരു പിങ്കിഷ് കളറിലുള്ള ഫൗണ്ടേഷൻസ് വേണം യൂസ് ചെയ്യാൻ, അപ്പോഴാണ് നിങ്ങൾക്കും അത് പെർഫെക്ഷൻ ആയിട്ട് വരുള്ളൂ. ന്യൂട്രൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, കാരണം നിങ്ങൾ ന്യൂട്രലിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ ബേസിക്കലി എനിക്ക് എൻ്റെ തോന്നിയത് വാം അണ്ടർടോൺ ആയിട്ടാണ്. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വാം അണ്ടർടോൺ ഉള്ളവർ പുറത്തു പോകുമ്പോൾ വെയിൽ നന്നായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ കരിവാളിക്കും, നന്നായിട്ട് ടാൻ അടിക്കും. അങ്ങനെയുള്ളവരുടെ വാം അണ്ടർടോൺ ആണ്. ഇനി അതല്ല, നിങ്ങൾ പുറത്തു പോയി വെയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യും മൂക്കും മുഖമൊക്കെ അങ്ങനെയാണ് ആവുന്നെങ്കിൽ നിങ്ങൾക്ക് സൺബേൺ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കൂൾ അണ്ടർടോൺ ആണ്. ഇനി ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട്, കരിവാളിക്കുന്നുണ്ട് സൺബേണും ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂട്രലാണ്. അപ്പൊ ഇതും കൂടെ നോക്കിക്കോളൂ, കാരണം ഇതായിരിക്കും കുറച്ചും കൂടെ ചിലപ്പോൾ നമുക്ക് വെറുതെ വെയിലത്തിറങ്ങി നിന്ന് നോക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ സ്കിൻ അണ്ടർടോൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്യൂട്ടീനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്കിൻ ടോൺ മേക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ലെൻസ് ചൂസ് ചെയ്യുമ്പോൾ, ഹെയർ കളർ ചൂസ് ചെയ്യുമ്പോൾ, ഡ്രസ് കളേഴ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് നന്നായിട്ട് ഇരിക്കണം, ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വൗന്ന് പറയണം എന്ന് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നല്ല മാച്ച് ആയിട്ടൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർടോൺ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഇത് ചെയ്തില്ല എന്ന് വെച്ച് ഒന്നുമില്ല, ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്. നമ്മളെ നന്നായിട്ട് കൊണ്ട് നടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്താലും ബെറ്ററാണ്, ചെയ്യാത്തവർ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വെയിൻ ടെസ്റ്റോ കളർ ടെസ്റ്റോ ജ്വല്ലറി ടെസ്റ്റോ ഒക്കെ ചെയ്ത് അണ്ടർടോൺസ് ഒക്കെ കണ്ടുപിടിക്കൂ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെങ്കിൽ എന്തായാലും കമന്റ് ഇടും, നമുക്ക് നോക്കാം. എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.